ധാരാളം നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുന്ന ഉദാഹരണങ്ങൾ മറ്റൊരു വസ്തുതയുമാണ്. ഇതിനെ എങ്ങനെ ബാലൻസ് ചെയ്യും? അഭിലാഷ്, നമുക്ക് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ നമുക്കറിയാം, സ്വാതന്ത്ര്യപ്രാപ്തിക്ക് മുൻപ് തന്നെ തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ തന്നെ ആരോഗ്യ സംവിധാനങ്ങൾ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ആ കാര്യത്തിൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരത്തിൽ മുന്നിൽ നിന്നൊരു സംസ്ഥാനത്ത് കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ മികവിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിനെ കുറിച്ച്, അതേ ആലപ്പുഴ ജില്ലയെക്കുറിച്ച് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ചെന്നാൽ ഒരപകടം പറ്റി ചെല്ലുന്നൊരു രോഗിയെ സംബന്ധിച്ച് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുക എന്നതിനപ്പുറത്ത് മറ്റൊരു സംവിധാനമില്ലെന്നാണ് സത്യം. നിങ്ങൾ വെറുതെ നമുക്ക് കൊട്ടിഘോഷിക്കാമെന്നല്ലാതെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും മതിയായ ചികിത്സ ലഭിക്കാത്ത സാഹചര്യമുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ മാത്രം സ്ഥിതിയല്ല, കേരളത്തിലെ നിരവധി മെഡിക്കൽ കോളേജുകൾ ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോൾ ഡോക്ടർ ഹാരിസ് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അദ്ദേഹം ഈ സിസ്റ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉപകരണം അടിച്ചു മാറ്റുന്ന ആളാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണ് ഇവിടെ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പെരുമാറിയത് എന്നതൊരു സത്യമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ഡോക്ടർ ശ്രീ ബൈജു സേനാധിപൻ്റെ സംഭാഷണം കേൾക്കുകയായിരുന്നു. അദ്ദേഹം അതിനെ നിലവിലുള്ള സ്റ്റാഫ് ഷോർട്ടേജും ഡോക്ടർമാരുടെ ഷോർട്ടേജും സ്റ്റാഫ് പാറ്റേണും ഒക്കെ തന്നെ വർഷങ്ങളായിട്ടുള്ള, അത് ശരിയാണ്, ഒരു ദിവസം കൊണ്ടാവുന്നതല്ലല്ലോ അത്. പക്ഷെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇവിടെ ഒരു ഗവൺമെൻറ്, ഒരു മുന്നണിയുടെ ഭരണം ഉണ്ടാകുമ്പോൾ തുടർച്ചയായി 10 വർഷക്കാലം കൊണ്ട് കേരള സംസ്ഥാനത്ത് അതിന് മാത്രം പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് സ്വാഭാവികമായും ആ സർക്കാർ വിമർശനത്തിന് അർഹരല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹം ഉൾപ്പെടെ നേരെ AK ആൻ്റണിയിലേക്കാണ് പോയത്. AK ആൻ്റണിയുടെ കാലഘട്ടത്തിൽ തുടങ്ങിയ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടറിന് സംഭാവനകൾ നൽകിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കൂടുതൽ സ്ഥാപനങ്ങൾ വരിക എന്നത് എപ്പോഴും അനിവാര്യത തന്നെയാണ്. ഇവിടെ പ്രശ്നം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് സാധാരണക്കാരന് അഭയം കൊടുക്കേണ്ട സർക്കാർ ആശുപത്രികൾ മരുന്നുണ്ടോ? മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കുടിശ്ശിക കൊടുക്കുന്നുണ്ടോ? പൂർണ്ണമാണോ? ഇൻഷുറൻസ് വഴി ചികിത്സ ലഭിക്കേണ്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് കുടിശ്ശിക കാരണം അവർക്ക് ചികിത്സ ലഭിക്കുന്നുണ്ടോ? നമ്മുടെ ആശുപത്രികളിൽ അല്ലെങ്കിൽ താഴെയുള്ള ഹെൽത്ത് സെൻ്ററുകളിൽ ഉൾപ്പെടെ ആവശ്യത്തിന് ബെഡും ആവശ്യത്തിന് സ്റ്റാഫും ഉണ്ടോ? അവിടെ വിശ്വസനീയമായ സർജറികൾ നടക്കുന്നുണ്ടോ? ഡോക്ടർമാരെ സംബന്ധിച്ച് അവർക്കുണ്ടാകുന്ന അമിത ജോലി ഭാരം കാരണം അവർക്ക് രോഗികൾക്ക് പൂർണ്ണമായ തരത്തിൽ അവരുടെ സർവീസ് കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് വസ്തുത. നമ്മൾ അവിടെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഉണ്ടാകുന്ന ഓരോ ഇപ്പം നേരത്തെ ജയ്ക്ക് പറഞ്ഞനുസരിച്ചാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് നല്ല ബെസ്റ്റ് സിസ്റ്റമാണ്. പിന്നെ എന്തിനാണ് ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ചികിത്സയ്ക്ക് അമേരിക്കയ്ക്ക് പോകുന്നത്? ഇവിടെയാണ് ഏറ്റവും നല്ല ഫെസിലിറ്റി ലഭിക്കുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് കൂടുതൽ ഉയർന്ന സംവിധാനങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. ഓരോ രാജ്യങ്ങളിലും കൺസൾട്ടേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് അവരുടേതായ പ്രൊസീജിയറുണ്ട്. ഉടനെ താരതമ്യം കൊണ്ടുവരുവാണ് അമേരിക്കയിലും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കാളുമൊക്കെ മികച്ചൊരു ഹെൽത്ത് സിസ്റ്റം ഇവിടെയാണ് എന്ന് പറയുകയും അതേസമയത്ത് തങ്ങളുടെ നേതാക്കന്മാർക്കുൾപ്പെടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇവിടെ ചികിത്സിക്കാതെ നേരെ അവർ വിദേശ രാജ്യങ്ങളിലേക്ക് മയോ ക്ലിനിക്കിലേക്ക് ഓടുന്നതിൻ്റെ സാങ്കത്യം എന്താണ് ജയ്ക്ക്? നിങ്ങൾക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്താൽ പോരെ? ശരി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമുക്ക് ചികിത്സ കൊടുക്കാം. ശരി, ഓക്കെ, അതല്ലേ നല്ലത്? ശരി, കോട്ടയം മെഡിക്കൽ കോളേജ് നമുക്ക് ചികിത്സിക്കാം. ശരി, അതാണ് വിദേശത്തേക്ക് പോകുന്നത്. ശരി.